ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം കുറേ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത്തരത്തിലുള്ള മെസ്സേജ്. എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത്. എക്സ്പോസ് ചെയ്യപ്പെടണം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ്. അപ്പം അത് തന്നെ ഹൂ കെയേഴ്സ്. അതാണ് അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, പക്ഷെ അതുണ്ടായില്ല. മാഡത്തോട് തന്നെ പറഞ്ഞു സ്ത്രീകളുടെ ദുരനുഭവങ്ങളാണെന്ന് പറയുന്നു, നേരിട്ടൊരു ദുരനുഭവമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരാൾ ഈ പൊതുസമൂഹത്തിൽ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിച്ച് നടക്കുമ്പോൾ പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട് പ്രമാദമായ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിന് ഒരു വളം വെച്ച് കൊടുക്കുന്ന അല്ല, അതിനെന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 2-3 അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാനതിനെ ഇഗ്നോർ ചെയ്തു, ഞാനതിനെ നേരിട്ടു. എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല, ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് ടേക്കപ്പ് ചെയ്യാത്തത്. അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു. അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നില്ല, ഒരു സ്ത്രീ പോലും പറയുന്നില്ല. അടുത്ത കാലത്താണോ സമൂഹ മാധ്യമത്തിൽ ഈ വ്യക്തിക്കെതിരെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് ഈ ദുരനുഭവം ഉണ്ടായി. ആ ദുരനുഭവം ഉണ്ടായപ്പോൾ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരോട് ഈ വിഷയം പറഞ്ഞു. ആ വിഷയം പറഞ്ഞിട്ടും അവർ ഇക്കാര്യത്തിൽ ഒരു ഗൗരവമുള്ള നിലപാടെടുക്കുകയോ ഇത് കറക്റ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് ദുഃഖകരമല്ലേ? വളരെ നീതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ മെസ്സേജ് ചെയ്ത് എത്ര മാസം മുമ്പായിരുന്നു? 3.5 വർഷം മുമ്പ്. 3.5 വർഷം മുമ്പ് ഇത് നേതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? നമ്മൾ പരിഹരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. ജനപ്രതിനിധിയായതും പ്രത്യേക അതിനുശേഷമാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അയാൾ കാരണം ഞാൻ പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു, അത്രയേ ഉള്ളൂ. അയാൾ കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയണം.